കുട്ടി വേണ്ട, പട്ടി മതി. ഞാൻ ഈ പെറ്റ്സിനെ വളർത്തുന്നവരെ പറ്റിയല്ല പറയുന്നത്. മക്കള് വേണ്ട, പകരം പെറ്റ്സ് മതി എന്നൊരു ട്രെൻഡ് ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഞാനിങ്ങനെ സർവേ പരിശോധിച്ചപ്പോൾ ഏകദേശം 40% മുതൽ 70% വരെ ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് പകരം പ്രിഫർ ചെയ്യുന്നത് പെറ്റ്സിനെയാണ്. ബൈബിൾ എന്ത് പറയുന്നു? മക്കൾ കർത്താവ് നൽകുന്ന ദാനമാണ്, എ ഗിഫ്റ്റ്. കാരണം ഈ ഭൂമിയിൽ ഗോഡ്ലി ചിൽഡ്രൻ പെരുകേണ്ട ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാടുകളിലെല്ലാം ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 2 കുഞ്ഞായിട്ടൊക്കെ ചുരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കും. ഒരു വാഗ്ദത്തമാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ തീരത്തെ മണൽത്തരികളെ പോലെ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, നീ അവരുടെ എല്ലാം പിതാവാകുമെന്നൊരു വാഗ്ദത്തം. അതായത് മക്കൾ അത് യഹോവയുടെ ദാനമാണ്, ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റാണ്. നമ്മൾ ആ ഗിഫ്റ്റിനെ വേണ്ടാന്ന് വെക്കരുത്. ഇതൊരു പിശാചിന്റെ തന്ത്രമാണ്. ആക്ച്വലി ഗോഡ്ലി ജനറേഷനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാതിരിക്കുവാനുള്ള തന്ത്രമാണ്. പഴയ ഉടമ്പടിയിൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദൈവം എങ്ങനെ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കഥകളെല്ലാം നെക്സ്റ്റ് ജനറേഷന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് യേശുവിനെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ പകർന്നു കൊടുത്തില്ല എങ്കിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പുതിയ ജനറേഷൻ മറന്നുപോകും. ഇങ്ങനെ പറയുന്നത്, യോസേഫിനെ അറിയാത്ത വേറൊരു ഫറവോൻ അവിടെ വന്നപ്പോൾ അവരെ അടിമവേലയ്ക്ക് വെച്ചു. എന്നാൽ യോസേഫ് ഉള്ള സമയത്ത്, യോസേഫിനെ അറിയുന്ന ഫറവോനുള്ള സമയത്ത് യാക്കോബ് ഗ്രഹം വളരെ ശ്രേഷ്ഠതയിലുള്ള ഒരു ഗ്രഹമായിരുന്നു. എന്നാൽ അവൻ അറിയാത്ത, അതായത് അടുത്ത ജനറേഷൻ പറഞ്ഞു കൊടുത്തില്ല യോസേഫ് ആരാണെന്നും ഇസ്രായേൽ ജനം ആരാണെന്നും. പിന്നെ നടക്കുന്നത് 430 വർഷത്തെ അടിമവേലയാണ്. നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ലെഗസി ക്യാരി ചെയ്യുന്നത് നമ്മുടെ മക്കളാണ്. നിങ്ങൾ മക്കൾ വേണ്ടെന്ന് പറയരുത്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, തീരുമാനമെടുക്കരുത്, എനിക്ക് പിള്ളേരെ വേണ്ട. പിള്ളേർ വേണം, മക്കൾ വേണം. ആദ്യ സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, എനിക്കറിയാം. പക്ഷേ അത് നമ്മുടെ തന്നെ ലെഗസി ചുമക്കുന്നവരാണ്. നമ്മുടെ നെക്സ്റ്റ് ജനറേഷനാണ്, നമ്മുടെ ബ്ലഡാണ്, നമ്മുടെ ലിനിയേജിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ തുടർച്ചയാണ്. അതൊരിക്കലും നിന്നു പോകരുത്. എൻ്റെ ഉള്ളിൽ വലിയൊരു ഭാരമുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഗോഡ്ലി ജനറേഷൻ ഈ ഭൂമിയിൽ ആവശ്യമാണ്. ഗോഡ്ലി ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾ കുഞ്ഞുങ്ങളില്ല, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അത്ഭുതം കാണട്ടെ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ദാനമായ ഒരു കുഞ്ഞ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അല്ല, നിങ്ങൾ കുഞ്ഞ് വേണ്ട എന്നൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ്, 1 മതി 2 മതി എന്നൊക്കെയുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എത്രത്തോളം ദൈവരാജ്യത്തിലേക്ക് ഗോഡ്ലി ജനറേഷനെ കൊടുക്കാൻ പറ്റുമോ അത് നമുക്ക് കൊടുക്കാൻ പറ്റട്ടെ. വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് മാറുക, അതൊന്ന് മാറി ചിന്തിക്കുക. ബൈബിൾ പറയുന്നു അത് ദാനമാണ്.